പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ജീവചരിത്രമാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തുടങ്ങി വെച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള കാര്യങ്ങൾ അവൾ പറഞ്ഞു. 2011 ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ആ തവണ ഏകീകൃത കേരള കോൺഗ്രസ്സിന് മൊത്തം 10 MLA-മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ പഴയ മാണി ഗ്രൂപ്പുകാരും, 3 പേർ ജോസഫ് ഗ്രൂപ്പുകാരും, ഒരാൾ അതായത് പി സി ജോർജ് പഴയ സെക്യുലർ കേരള കോൺഗ്രസ്സുകാരനും ആയിരുന്നു. 10 MLA-മാരുണ്ട് എന്ന് മാത്രമല്ല, ഭരണമുന്നണിക്ക് അതായത് UDF-ന് നേരിയ ഭൂരിപക്ഷമേ നിയമസഭയിലുണ്ടായിരുന്നു. UDF-ന് 72 സീറ്റ്, LDF-ന് 68 സീറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരാള കാലഘട്ടത്തിൽ KM മാണി അത് വെച്ച് നന്നായിട്ട് വില പേശി. 10 MLA-മാരുണ്ടല്ലോ. ഇത്തവണ റവന്യൂ വകുപ്പ് പോരാ, ഞങ്ങൾക്ക് ധനകാര്യ വകുപ്പ് വേണം എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കും. ധനകാര്യ വകുപ്പ് നേടിയെടുക്കും. കൂടെ PJ ജോസഫ് മന്ത്രി, അദ്ദേഹത്തിന് ജലവിഭവ വകുപ്പ് കിട്ടി. പി സി ജോർജ് മന്ത്രിയാണെന്ന് വളരെയധികം ആഗ്രഹിച്ചു. പക്ഷേ മാണി അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഉമ്മൻചാണ്ടിയും വലിയ കാര്യമായിട്ട് ഗൗനിച്ചില്ല. പി സി ജോർജ് സാമാന്യ നിരാശനായി എങ്കിലും അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്ത് താൽക്കാലികമായിട്ട് ഒന്ന് സന്തോഷിപ്പിച്ചു. ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് KPA മജീദ് ചീഫ് വിപ്പായിരുന്നുണ്ട്. അതിനു മുമ്പ് P സീതി ഹാജി ചീഫ് വിപ്പായിരുന്നു, KC ജോസഫ് ചീഫ് വിപ്പായിരുന്നു, TK ഹംസ ചീഫ് വിപ്പായിരുന്നു. പക്ഷേ പി സി ജോർജ് ചീഫ് വിപ്പായപ്പോൾ ആ പദവിക്ക്, ആ സ്ഥാനത്തിന് ഒരു വലിയ പ്രാധാന്യം കൈവന്നു. കാരണം ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും ചീഫ് വിപ്പിൻ്റെ അഭിപ്രായം വളരെ കാര്യമായിട്ട് വരാൻ തുടങ്ങി. അതിന് ക്യാബിനറ്റ് പദവി കിട്ടി, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കാർ കിട്ടി, ഔദ്യോഗിക വസതി കിട്ടി, ഒരു 25-28 പേഴ്സണൽ സ്റ്റാഫിനെ അനുവദിച്ചു. ചീഫ് വിപ്പിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമില്ല. പ്രത്യേകിച്ച് നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റാനില്ല. പദവിയുണ്ട്, ഉത്തരവാദിത്വമില്ല. പി സി ജോർജിന് വേണ്ടിയിരുന്നു അത് തന്നെയാണ്. അദ്ദേഹം ഈ സ്റ്റേറ്റ് കാറിൽ ഇങ്ങനെ പോലീസ് അകമ്പടിയോടുകൂടി നാട്ടിലെമ്പാടും സഞ്ചരിക്കുകയും ഓരോ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിദഗ്ധാഭിപ്രായം അടിച്ചു മൂളിക്കുകയും ചെയ്തു. അങ്ങനെ പി സി ജോർജ് പെട്ടെന്ന് ഒരു താരമായി. ചീഫ് മിനിസ്റ്ററെക്കാളും ചീഫ് ജസ്റ്റിസിനേക്കാളും ഒക്കെ പവറുള്ള ഒരു ചീഫ് വിപ്പ് നമുക്കുണ്ടായി. അങ്ങനെ വിവാദ പുരുഷനായിട്ട് നീങ്ങുന്ന സമയത്താണ് ഈ പാമോലിംഗ് കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ഒരു വിധി വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ സർക്കാരിനെ വിഷമവൃത്തത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം അവതരിച്ച പി സി ജോർജാണ്. പി സി ജോർജ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച അന്നത്തെ വിജിലൻസ് ജഡ്ജി PK ഹനീഫയെക്കുറിച്ച് വലിയ ഒരു ആരോപണം ഉന്നയിച്ചു. PK ഹനീഫ CPM അനുഭാവിയാണെന്നും ഇയാൾ കോൺഗ്രസ് വിരുദ്ധനാണെന്നും രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചത് എന്നൊക്കെ പറഞ്ഞു. അത് വലിയ വിവാദമായി. ഹനീഫയ്ക്ക് സാമാന്യം ദുഷ്പേരുണ്ടാക്കി. ഹനീഫയ്ക്ക് വന്നിട്ട് ഞാൻ നിരപരാധിയാണ്, എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഹനീഫയുടെ പ്രതിച്ഛായയ്ക്ക് ചെറിയ കളങ്കം സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തെ വിജിലൻസ് കോടതിയിൽ നിന്ന് മാറ്റി എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഉത്തരവ് ഹൈക്കോടതി പിൽക്കാലത്ത് അസ്ഥിരപ്പെടുത്തിച്ചു. അതൊരു തുടക്കമായിരുന്നു. അതിൻ്റെ പുറകെയാണ് TN ജേക്കബ് മരിക്കുന്നു. അപ്പോൾ പിറവ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് TN ജേക്കബ് കൂടി മരിച്ചപ്പോൾ ഭൂരിപക്ഷം പിന്നെ കുറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു MLA LDF-ൽ നിന്ന് ചാക്കിട്ട് പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നെയ്യാറ്റിക്കര MLA ആയിരുന്ന ശെൽവരാജിനെ പി സി ജോർജ് കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് സ്പീക്കർ കാർത്തികേയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് കൊടുപ്പിച്ച് അദ്ദേഹത്തെ നിയമസഭാംഗത്തെ രാജിവെപ്പിച്ചു. പിന്നീട് നെയ്യാറ്റിക്കരയിൽ തന്നെ ശെൽവരാജ് വീണ്ടും മത്സരിച്ച് ജയിച്ചു. അങ്ങനെ ഭരണമുന്നണിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 73ആയി. പിന്നെ 2 കൊല്ലത്തിന് ശേഷം RSP കൂടി വന്നപ്പോഴാണ് അത് 75ആയി മാറി. സാമാന്യമായിട്ട് ശ്വാസം വിട്ട് മരിക്കാം എന്ന നിലയിലേക്ക് ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നു. ഈ നെയ്യാറ്റിക്കരയ്ക്ക് ശേഷം ജോർജിൻ്റെ മറ്റൊരു പരാക്രമം, ഭരണമുന്നണിയിലെ അംഗവും സാക്ഷാൽ ബാലകൃഷ്ണപിള്ളയുടെ മകനുമായ ഗണേഷ് കുമാറിൻ്റെ നേരെ. അന്ന് ഗണേഷ് കുമാറും തുടക്കത്തിൽ ഗണേഷ് കുമാറും പി സി ജോർജും ഒറ്റക്കെട്ടായിരുന്നു. പത്തനാപുരത്ത് ഗണേഷ് കുമാർ VS അച്യുതാനന്ദനെ ആക്ഷേപിച്ച് പ്രസംഗിച്ചപ്പോൾ കൂടെ ജോർജും ഉണ്ടായിരുന്നു. പക്ഷേ അധികം വൈകാതെ ഇദ്ദേഹം ബാലകൃഷ്ണപിള്ളയുമായിട്ട് യോജിക്കുകയും ഗണേഷ് കുമാറിനെതിരെ വെച്ചു. അതിലുപരിയായിട്ട് ഈ ഗണേഷ് കുമാർ വനം വകുപ്പിൻ്റെ കാര്യത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. കാട് കയ്യേറിയ ആളുകൾക്ക് നേരെ നടപടിയെടുക്കും എന്ന നില വന്നു. പി സി ജോർജ് ഈ കയ്യേറ്റക്കാരനെ കൂടെ നിൽക്കുകയും ഗണേഷ് കുമാറിനെ ആക്ഷേപിക്കും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഹരിത MLA-മാർ എന്നൊക്കെ പറഞ്ഞ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായി. ഈ സന്ദർഭത്തിൽ ആണ് ഗണേഷ് കുമാറിൻ്റെ കുടുംബ പ്രശ്നം മംഗളപത്രത്തിൽ അച്ചടിച്ചു. അപ്പോൾ ഒരു മന്ത്രി എന്ന പേര് പറഞ്ഞു. ആ മന്ത്രി ആരാണ് എന്ന് പത്രം എത്ര വായിച്ചാലും മനസ്സിലാവുമായിരുന്നില്ല. പക്ഷേ പി സി ജോർജ് തുറന്നടിച്ചു. ഇതിൽ പറയുന്ന മന്ത്രി മറ്റാരുമല്ല, അത് ഗണേഷ് കുമാറാണ്.
അങ്ങനെ ഗണേഷ് കുമാറിന് വലിയ അപഖ്യാതി ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കോടതിയിൽ പോയി. അതേ തുടർന്ന് ഗണേഷ് കുമാർ രാജിവെക്കിട്ടു. അങ്ങനെ PC ജോർജ് ജയിച്ചു എന്നുകൂടി പറയാം. അതിൻ്റെ പുറകെയാണ് സോളാർ വിവാദം ഉണ്ടാകുന്നത്. സോളാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് PC ജോർജ്. അദ്ദേഹത്തിന് ഇതിന് ഓരോരുത്തരും വഹിച്ച ചരിത്രപരമായ പങ്ക് എന്താണെന്ന്, അതിന് അവർ നേരിടുന്ന വരുന്ന പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ടെലിവിഷൻ ചാനലുകളിലൊക്കെ തിരക്ക് വർദ്ധിച്ചു. എല്ലാവരും PC ജോർജിനെ വിളിക്കുന്നു. PC ജോർജ് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണിക്കനുസരിച്ച് അന്നത്തെ കോട്ട അവർക്ക് കൊടുക്കുന്നു. മാധ്യമങ്ങൾ അത് വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. അങ്ങനെ പോകുന്നു. അതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അതായത് KM മാണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും മറ്റ് ജനസമ്മതിയും ഒക്കെ വെച്ച് നോക്കിയാൽ നിയമസഭയിൽ ദീർഘകാലം പ്രവർത്തിച്ച പരിചയവും ഭരണ പാഠവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആവേണ്ട ആളായിരുന്നു. പക്ഷേ ആകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി ആകാതെ മരിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പാലക്കാർക്ക് മൊത്തം ആഹ്വാനമാകുമെന്ന് തോന്നിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിച്ചു. ആ ദൗത്യം PC ജോർജ് ഏറ്റെടുത്തു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. അങ്ങനെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് UDF വിട്ട് LDFിലേക്ക് പോകുന്നു. മന്ത്രിസഭ രൂപീകരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി പുറത്തുനിന്ന് പിന്താക്കും. അങ്ങനെ 6-7 മാസം ഭരിച്ച് ഇദ്ദേഹത്തിൻ്റെ ആ ജീവിതാഭിലാഷം നിറവേറ്റി കഴിയുമ്പോൾ KM മാണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അല്ലെങ്കിൽ കെയർടേക്കറായി ഭരിച്ചുകൊണ്ട് നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുകയും ചെയ്യും. ഇതായിരുന്നു ഇവരുടെ സ്വപ്നരാജ്യം. പക്ഷേ അത് പ്രാവർത്തികമായില്ല. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം ജോസ് കെ മാണിക്ക് വീണ്ടും വിചാരമുണ്ടായി. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ് മനസ്സിലാക്കി വരാൻ പോകുന്ന 3ാം UPA സർക്കാരിൽ ജോസ് കെ മാണിക്ക് സഹമന്ത്രി സ്ഥാനം കൊടുക്കാം എന്ന്. അപ്പോൾ ഒരു സഹമന്ത്രി സ്ഥാനം എന്ന് കേട്ടപ്പോൾ ജോസ് കെ മാണിക്ക് ഉള്ളത് അത് കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ഈ ജന്മത്ത് കേന്ദ്രമന്ത്രി ആവുകയില്ല എന്ന് തോന്നി ജോസ് കെ മാണി കുട്ടിയമ്മ ചേച്ചി തദ്വാര മാണി സാറിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവർ മറുകണ്ഠം ചാടുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് 2 അപകടം സംഭവിച്ചു. ഒന്നാമത് ഉമ്മൻചാണ്ടിക്ക് KM മാണിയോടും അതിനേക്കാൾ ഉപരി PC ജോർജിനോടും ഭയങ്കര കലിപ്പായി, കട്ടക്കലിപ്പായി. അങ്ങനെ PC ജോർജിൻ്റെ കാര്യം കുറച്ച് അവതാളത്തിലായിരിക്കുമ്പോഴാണ് ഇതിന് പുറകെ ജോസ് കെ മാണി വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ചു. പക്ഷേ 3ാം UPA ഉണ്ടായില്ല. NDA സർക്കാർ തന്നെ NDA സർക്കാർ അധികാരത്തിൽ വന്നു. ജോസ് കെ മാണിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം ആ സ്വപ്നം പൊലിച്ചു. അതിൻ്റെ പുറകെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പുറകെയാണ് എന്ത് സംഭവിക്കുന്നത്, ബാർക്കോഴ വിവാദം വരുന്നത്. ബാർക്കോഴയിൽ KM മാണി 3 ഗഡുവായിട്ട് 1 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ് ആരോപണം. ഏതാണ്ട് 20 കോടിയോളം രൂപ ഉമ്മൻചാണ്ടിയും K ബാബുവും കൂടി വാങ്ങിച്ചു എന്നും ആരോപണമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആർക്കും ആവലാതിയില്ല. പാവം മാണിയുടെ 1 കോടിയിലാണ് തർക്കം മുഴുവൻ. അങ്ങനെ 1 കോടി രൂപ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. ആദ്യഘട്ടത്തിൽ PC ജോർജ് KM മാണിയെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പിന്നെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരത്തിന് ഒരു വ്യതിയാനം വന്നു. മാണി ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് ശരിയല്ല എന്ന രീതിയിലേക്ക് ജോർജ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാണി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കിച്ചു. എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്ത ഘട്ടം എന്ന രീതിയിൽ അദ്ദേഹത്തെ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാക്കി ഈ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങി. PC ജോർജ് അത് റെസിസ്റ്റ്. അങ്ങനെ ശക്തൻ നാടാരായിരുന്നു അന്ന് സ്പീക്കർ. കാർത്തികേയൻ മരിച്ച് ശക്തൻ നാടാർ സ്പീക്കറായിരിക്കുന്ന സമയത്ത് PC ജോർജിൻ്റെ പിന്നാലെ ചീഫ് വിപ്പായത് തോമസ് ഉണ്ണിയാടനാണ് പരാതി കൊടുത്തത്. ഉണ്ണിയാടൻ്റെ പരാതി പരിഗണിച്ച് ശക്തൻ ഈ PC ജോർജിനെ MLA സ്ഥാനത്ത് പുറത്താക്കി. PC ജോർജ് അപ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിച്ചു. ജോർജിന് അനുകൂലമായിട്ട് കോടതി തീരുമാനിച്ചു. അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് PC ജോർജ് MLA സ്ഥാനം രാജിവെച്ചു. അങ്ങനെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അപ്പോൾ PC ജോർജ് ഇടതുമുന്നണിയിലും ഇല്ല വലതുമുന്നണിയിലും ഇല്ല എന്ന അവസ്ഥയിലായി. അത് ഇടതുമുന്നണിയിൽ ചേക്കേറാനൊരു ശ്രമം നടത്തി നോക്കി. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും PC ജോർജിനെ മുന്നണിയിൽ ഉൾപ്പെടുന്നതിന് തയ്യാറായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സമ്മതിച്ചില്ല. PC ജോർജ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂഞ്ഞാറിൽ മാത്രമല്ല പാലയിലും കാഞ്ഞിരപ്പള്ളിയിലും കൂടി LDFന് ജയിക്കാൻ വരും. പക്ഷേ അത്രയൊന്നും ജയിക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. അതുകൊണ്ട് ജോർജിന് മുന്നണിയിൽ കടക്കാൻ പറ്റിയില്ല. അദ്ദേഹം പൂഞ്ഞാറിൽ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. സർവതന്ത്ര സ്വതന്ത്രൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം SDPI എന്ന് പറഞ്ഞ പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈരാറ്റുപേട്ടയിൽ കുറച്ചധികം മുസ്ലിങ്ങളുണ്ട്. അതിൽ കുറച്ച് പേര് SDPIക്കാരാണ്. ഇവർ സർവാത്മന PCയെ പിന്തുണച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്തി എന്ന് പറഞ്ഞ ഒരു സുവിശേഷ പ്രസംഗനാണ്. LDF സ്ഥാനാർത്ഥി PC ജോർജിൻ്റെ സഹപാഠിയായിരുന്ന PC ജോസഫായിരുന്നു, പഴയ മൂവാറ്റുപുഴ MLA. ഈ PC ജോസഫിനോട് വഴക്കിട്ടിട്ടാണ് PC ജോർജ് MLA ആവാൻ തീരുമാനിച്ചത് എന്നൊരു ചരിത്രമുണ്ട്. എന്തെങ്കിലും അവിടെ അങ്ങനെ PC ജോസഫും ജോർജ് കുട്ടി അഗസ്തിയും കൂടാതെ BDJSൻ്റെ ഒരു സ്ഥാനാർത്ഥി കൂടി അവിടെ ഉണ്ടായിരുന്നു. ചതുഷ്കോണ മത്സരത്തിൽ
പി സി ജോർജ് വിജയിച്ചു. അദ്ദേഹത്തിനായിട്ട് 28,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാളും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി കിട്ടിയ ഭൂരിപക്ഷത്തെക്കാളും കൂടുതലാണ്. അങ്ങനെ ഒരു മധുര പ്രതികാരമായിട്ട് പി സി ജോർജ് നിയമസഭയിൽ തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം പൂഞ്ഞാർ പുലി എന്നാണ് അതിന് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അത് പൂഞ്ഞാർ വ്യാഘ്രം എന്നാക്കി മാറ്റി. അതിലുപരി ഒരു സംഭവം കൂടി ഉണ്ടായി. ഈ പി സി ജോർജിനെതിരെ സ്പീക്കർക്ക് പരാതി കൊടുത്ത് തോമസ് ഉണ്ണിയാടനാണല്ലോ. ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുടയിൽ തോറ്റു. ശക്തൻ നാടാരാണല്ലോ ഇദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് പുറത്താക്കിയത്. ശക്തൻ നാടാരും ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അദ്ദേഹം കാട്ടാക്കട മണ്ഡലത്തിലാണ് തോറ്റത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെല്ലാവരും നിലം പരിശാക്കുന്നത് കണ്ടുകൊണ്ടാണ് പുള്ളി നിയമസഭയിൽ തിരിച്ചെത്തിയത്. അദ്ദേഹം നിയമസഭയിൽ ഏകാംഗരായി വന്നപ്പോഴും നിലപാടുകളൊന്നും മാറ്റില്ല. പുള്ളി കാലത്ത് LDFന് ചീത്ത പറയും, വൈകുന്നേരം UDFന് ചീത്ത പറയും, ഉച്ചയ്ക്ക് BJP ചീത്ത പറയും. അങ്ങനെ മുന്നേറിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ശബരിമല വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പി സി ജോർജിൻ്റെ പൂഞ്ഞാർ മണ്ഡലത്തിലാണ് എരുമേലി മറ്റുമൊക്കെ വരുന്നത്. മുണ്ടക്കയം എരുമേലിയൊക്കെ തൊട്ടപ്പുറത്താണ് ശബരിമല. ശബരിമല പത്തനംതിട്ട ജില്ലയിലും പൂഞ്ഞാർ കോട്ടയം ജില്ലയിലുമാണ്. ഏതായാലും പി സി ജോർജ് ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് ശക്തമായി രംഗത്തിറങ്ങി. അദ്ദേഹം എരുമേലിയിൽ ഒരു വലിയ ഉപവാസ സമരം നടത്തി. കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള ഉപവാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ പണ്ട് കൊക്കോ കർഷകർക്ക് വേണ്ടി നടത്തിയ പോലെ ഉണ്ണാവ്രതമല്ല. ഉപവാസം നടത്തി അവിടെ അയ്യപ്പസ്വാമിയുടെ പടമൊക്കെ വെച്ച് ചില്ലിട്ട് അതിൻ്റെ മുമ്പിൽ ഇദ്ദേഹവും സംഘവും ഉപവാസ സമരം നടത്തി. അതിനുശേഷം അദ്ദേഹം നമ്മുടെ നിയമസഭയിൽ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് രാജഗോപാലിൻ്റെ കൂടെ ഇവർ രണ്ടുപേരും കറുപ്പ് വസ്ത്രധാരികളായിട്ട് അയ്യപ്പസ്വാമിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ എത്തി. BJP നടത്തിയിരുന്ന സമരത്തിന് പി സി ജോർജ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിൻ്റെ വലിയ ശത്രുവാണ് ആൻ്റോ ആൻ്റണി, അവിടുത്തെ സിറ്റിംഗ് MP. ആൻ്റോ ആൻ്റണി തോൽപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം K. സുരേന്ദ്രൻ പിന്തുണ പ്രഖ്യാപിച്ചു. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ജയിച്ചില്ല. ആൻ്റോ ആൻ്റണി തന്നെ വീണ്ടും വിജയിച്ചു. പക്ഷേ അതോടുകൂടി പിണറായിക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന കലിപ്പ് പിന്നെയും വർദ്ധിച്ചു. അപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ പൂഞ്ഞാറിലെത്തുകയും അവിടുത്തെ മാർക്സിസ്റ്റുകാരോട് ഒരു കാരണവശാലും ഇയാൾ ജയിക്കാൻ പാടില്ല എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ടും പി സി ജയിച്ചു എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPM-ൽ തന്നെ കുറേ പേര് പി സി ജോർജിനെ അനുകൂലിച്ചു. പി സി ജോർജിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ സഖാക്കൾ തമ്മിൽ അടിയുണ്ടാവുകയും എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മർദ്ദനമേറ്റ് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദാരുണ സംഭവം അതിനകത്തുണ്ട്. ഏതായാലും 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ശത്രുത വർദ്ധിച്ചു എന്നുള്ളത് മനസ്സിലാക്കി. അധികം വൈകാതെ ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുമുന്നണിയിൽ ചേക്കേറി. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പി സി ജോർജ് ഇടതുമുന്നണിയിലുമില്ല, വലതുമുന്നണിയിലുമില്ല, BJP സഖ്യത്തിലുമില്ല. അത് വീണ്ടും ചതുഷ്കോണ മത്സരം വരെയാണ് ഇദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും. മത്സരം വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചു. കുളത്തുങ്കലിന് മാർക്സിസ്റ്റുകാരുടെ വോട്ട് മാത്രമല്ല, നല്ലൊരു വിഭാഗം മുസ്ലിം ലീഗുകാരുടെ വോട്ടും SDPIക്കാരുടെ വോട്ടും അതുപോലെ തന്നെ കോൺഗ്രസ്സിലുള്ള കുറേ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി. ടോമി കല്ലാനിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ടോമി കല്ലാനി DCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നിയമിച്ച ബ്ലോക്ക് ഭാരവാഹികളടക്കം സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് വോട്ട് ചെയ്തു. അങ്ങനെ കല്ലാനി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 1ാം സ്ഥാനത്ത് കുളത്തുങ്കൽ, 2ാം സ്ഥാനത്ത് പി സി ജോർജ്, 3ാം സ്ഥാനത്ത് കല്ലാനി, 4ാം സ്ഥാനത്ത് BD ജോസ്. അങ്ങനെയായിരുന്നു മത്സരം അവസാനിച്ചത്. ഏതായാലും പി സി ജോർജ് അതിനുശേഷം മുൻ MLA ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ പ്രസക്തി അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പിണറായി വിജയൻ പ്രതികാര നടപടിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അറസ്റ്റൊക്കെ ഗംഭീരമായി. പക്ഷേ തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്കും കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അടുത്ത കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടിട്ട് വന്നു. പിറ്റേ ദിവസം പുള്ളി വീണ്ടും പുല്ല് പോലെ ജാമ്യത്തിലിറങ്ങി. അങ്ങനെ പി സി ജോർജിൻ്റെ ഒരു ഖ്യാതി വർദ്ധിച്ചു. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ പുള്ളിക്ക് നല്ല പുള്ളി, എല്ലാവരും കൂടി പുള്ളി അവഗണിച്ച് കളയുന്ന ഒരവസ്ഥ ഒഴിവായി. അത് കഴിഞ്ഞ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പി സി ജോർജ് AN രാധാകൃഷ്ണൻ്റെ പിന്തുണക്കാരനായിട്ട് BJPക്ക് വേണ്ടി വോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോഴും പുള്ളി ആ മുന്നണിയിൽ ചേർന്നില്ല, പാർട്ടിയിൽ ചേർന്നില്ല. പക്ഷേ ഇതാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പി സി ജോർജ് BJP മുന്നണിയിൽ ചേർന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അല്ല, സെക്കുലർ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ടു. അപ്പോൾ സെക്കുലറിൻ്റെ പേര് ജനപക്ഷം സെക്കുലർ എന്നാക്കി മാറ്റിയിരുന്നു. അപ്പോൾ ജനപക്ഷം സെക്കുലർ പിരിച്ചുവിടല്ല, അത് അങ്ങനെ പാടെ BJPയിൽ ലയിപ്പിച്ചു. അദ്ദേഹം BJPയുടെ സമുന്നത നേതാവായി മാറിയിരിക്കുകയാണ്. കൂടെ മകനുമുണ്ട്. അങ്ങനെ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം താമര അടയാളത്തിൽ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. മത്സരിക്കില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഹെവി വെയ്റ്റ് താരമാണ്, യാതൊരു സംശയമില്ല. പൂഞ്ഞാർ പുലി എന്നോ പൂഞ്ഞാർ വ്യാഘ്രം എന്നോ നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ വിളിക്കാം. പക്ഷേ പി സി ജോർജിന് ആർക്കും അവഗണിക്കാൻ പറ്റുകയില്ല. അത്ര ഗംഭീരനായ ഒരു
രാഷ്ട്രീയ നേതാവാണ്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരള രാഷ്ട്രീയം വളരെ നിറം മങ്ങി പോകുവാൻ. കേരള രാഷ്ട്രീയത്തെ വർണ്ണശബളമാക്കി നിലനിർത്തുന്ന ഒരു അത്യുജ്വല പ്രതിഭയാണ് പി സി ജോർജ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.